ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മർക്കോസ് സുവിശേഷം അധ്യായം 10. യേശു അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. പതിപോലെ യേശു അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ഉപേക്ഷപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവാദം നൽകിയിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്കായി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവിടത്തോട് ചോദിച്ചു. യേശു പറഞ്ഞു, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിവാഹമെന്ന അതിശ്രേഷ്ഠമായ കൂദാശയുടെ ആത്മീയത ധ്യാനിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ രൂപവും ഭാവവും നിലനിർത്തുന്നത് ഒരു ഉടമ്പടിയാണ്. പിതാവായ ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം വിവാഹമെന്ന അതിശ്രേഷ്ഠമായ ഒരു ഉടമ്പടിയിലൂടെ അവരെ ഒന്നിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആദ്യത്തെ ഉടമ്പടിയും സത്യത്തിൽ വിവാഹ ഉടമ്പടിയാണ്. ദൈവം സ്ഥാപിച്ച ഭൂമിയിലെ ആദ്യത്തെ സ്ഥാപനവും വിവാഹമാണ്. അതിലൂടെയാണ് ദൈവത്തിന്റെ സൃഷ്ടശക്തി മനുഷ്യവംശത്തെയും ഭൂമിയിലെ സകല ചരാചരങ്ങളിലെയും നിലനിൽപ്പിന്റെ ആധാരമായി മാറിയത്. വിവാഹം എപ്രകാരമായിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ഹൃദയ കാഠിന്യമാണ് പലപ്പോഴും പല നിയമങ്ങൾ രൂപപ്പെടുവാനും ആ നിയമങ്ങൾ കാർക്കശ്യത്തോടുകൂടി പാലിക്കുവാനും കാരണമാവുക. മോസസ് ഉപേക്ഷപത്രം കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കുവാൻ അനുവാദം നൽകിയതും അപ്രകാരമായ ഒരു ദുരനുഭവമായിരുന്നു. കാരണം യഥേഷ്ടം നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ ഉപേക്ഷപത്രം അത് ഒരു സമൂഹത്തിന്റെ മധ്യ വെച്ച് ചെയ്യേണ്ടതായി വന്നു. അതൊരു ഉത്തരവാദിത്വമായി വന്നു. യഥാർത്ഥത്തിൽ അവരുടെ തെറ്റായ പ്രവണതകളെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ രേഖയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉപേക്ഷപത്രം. ഇന്നും ഹൃദയ കാഠിന്യമാണ് വിവാഹ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നത്. നിസ്സാരമായ കാര്യങ്ങൾ പോലും വലുതായി കണ്ട് ഏറ്റവും മഹത്തായ വൈവാഹിക ഉടമ്പടിയെ ലംഘിക്കുവാനും ഉപേക്ഷിക്കുവാനും കാരണമാവുന്നുണ്ട്. വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി ശ്രേഷ്ഠമായ ഒരു ദൈവവിളിയാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുമ്പോൾ തന്നെ ദൈവം ഒരുക്കിയ വ്യക്തികളെ ദൈവം അവർക്കായി തിരഞ്ഞെടുത്ത് നൽകുന്ന ആത്മീയ അനുഭവം കൂടിയാണത്. അതുകൊണ്ടാണ് വിവാഹമെന്ന കൂദാശയിൽ ദൈവത്താൽ യോജിപ്പിക്കപ്പെട്ടത് മാനുഷിക ശക്തികളൊന്നും വേർപെടുത്തരുത് എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത്. വിവാഹമെന്ന ഉടമ്പടിയെ കൂദാശയാക്കി മാറ്റിയത് ക്രിസ്തുവാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ അടയാളമായി വിവാഹം രൂപപ്പെട്ടു. വിശുദ്ധ ബലിപീഠത്തിനരികിൽ രണ്ട് വ്യത്യസ്ത ഭവനത്തിൽ വ്യത്യസ്ത സാഹചര്യം ജീവിച്ചവർ ഒരു പ്രത്യേക സമയത്ത് വിളിക്കപ്പെട്ട് അവർ
ഒരുമിച്ച് ജീവിക്കുവാൻ, ജീവിതാന്ത്യത്തോളം വിശ്വസ്ത പുലർത്താൻ ദൈവം അവർക്ക് കൃപ നൽകിയിട്ടുണ്ട്. വിജയിക്കുവാൻ വേണ്ടിയുള്ള വിളിയല്ല ഇത്, മറിച്ച് വിശ്വസ്തരായിരിക്കുവാൻ വേണ്ടിയുള്ള വിളിയാണ്. അങ്ങനെയെങ്കിൽ അപ്രകാരം വിശ്വസ്തയോടുകൂടി നിലകൊള്ളുവാനും അതിൻ്റെ കൃപ അനുഭവിക്കുവാനും സാധ്യമാകും. വിശുദ്ധ ബൈബിളിൽ വിവാഹ കൂദാശയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ ഇടങ്ങളിലും വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുക. ഇന്ന് യേശു പറയുന്നൊരു വാക്കുണ്ട്, ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ പാപം ചെയ്യുകയാണ് എന്ന്. ഭർത്താവിനെ ഉപേക്ഷിക്കുന്നവളും അപ്രകാരം തന്നെ. അതായത് വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധിയും കൃപയും നഷ്ടപ്പെടുത്തിയുള്ള ഏതൊരു പ്രവൃത്തിയും പാപമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതും ക്രിസ്തുവാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് വൈവാഹിക ജീവിതത്തെയും അതിൻ്റെ കടപ്പാടുകളെയും ഉത്തരവാദിത്തങ്ങളെയും കാണേണ്ടത്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് പ്രമാണരേഖയിൽ കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക സ്ഥാപനം എന്നാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഒരുക്കിയ കുടുംബത്തെ അതിൻ്റെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ നിലനിർത്തണമെങ്കിൽ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വസ്തതയും ഉണ്ടാകണം. എത്രമാത്രം ആഴമായ സ്നേഹമുണ്ടോ അത്ര വലിയ വിശ്വസ്തതയുണ്ടാകും. എത്ര വലിയ വിശ്വസ്തതയുണ്ടോ അത്രമാത്രം സമാധാനവും ആനന്ദവും ആ ഭവനത്തിലുണ്ടാകും. ആധുനിക ലോകത്തിൽ വളരെ വേഗം എടുത്തു മാറ്റാവുന്ന, ഉപേക്ഷിച്ച് കളയാവുന്ന, നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ബന്ധമായി വിവാഹം മാറുമ്പോൾ ക്രിസ്തു നമ്മെ അത് അപ്രകാരമായിരിക്കരുത് എന്ന് സുവിശേഷത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ തീഷ്ണതയോടെ, നന്മ നിറഞ്ഞ മനസ്സോടെ ദൈവഹിതമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിച്ച് ലോകത്തിന് മാതൃ നൽകുക എന്ന വലിയ ഉത്തരവാദിത്വവും ദൈവം ദാനമായി നൽകിയ മക്കളെ സ്നേഹപൂർവ്വം സംരക്ഷിച്ച് ദൈവത്തിനും ദൈവജനത്തിനും യോഗ്യരാക്കി വളർത്തുക എന്നതും കടപ്പാടാണ്. നസറത്തിലെ കുഞ്ഞു കുടുംബത്തിൽ ദൈവപുത്രനായ ക്രിസ്തു ജീവിച്ചുകൊണ്ട് ഭൂമിയിലെ മുഴുവൻ ഭവനങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുകയും കുടുംബജീവിതത്തെ നവീകരിക്കുകയും ശ്രേഷ്ഠമാക്കി കാണുകയും ചെയ്തു. നമ്മുടെ ഒക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബമായി രൂപാന്തരപ്പെടുവാൻ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ